ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നിരന്തരം നാണം കെട്ടുവരുന്ന പാകിസ്ഥാന് ഒരു തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു. ഉച്ചന്തലയിൽ നെറുകയിൽ തന്നെ ആ അടി കിട്ടി. മറ്റൊന്നുമല്ല, അറബ് ലോകം പാക് പൗരന്മാർക്ക് വിസ നിഷേധിക്കുകയാണ്. അതിൻ്റെ കാരണം അറിഞ്ഞാൽ നമ്മൾ പൊട്ടിച്ചിരിക്കും. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് പാകിസ്ഥാൻ ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു കോമാളിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യക്കെതിരെ ഏറ്റവും നിരുത്തരവാദപരമായിട്ട് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒന്നൊന്നായിട്ട് അതെല്ലാം പൊളിഞ്ഞുപോയി. പല രീതിയിൽ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന, ഭാരതത്തിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടവും സൈന്യവുമാണ് പാകിസ്ഥാനിലുള്ളത്. അവർ ആ ജനതയെ കൂടി അങ്ങനെ ആക്കി തീർത്തു. അതാണ് സത്യം. ഇന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി ഉണ്ണാനും ഉടുക്കാനുമില്ലാത്ത അവസ്ഥയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. എന്നാലും ഇന്ത്യക്കെതിരായ വെല്ലുവിളി അവസാനിപ്പിക്കില്ല. യുദ്ധം തുടങ്ങിയാൽ കേവലം മണിക്കൂറുകൾ മാത്രം പിടിച്ചു നിൽക്കാനുള്ള ശേഷി പോലും അവർക്കില്ല. ഇന്ന് അവരുടെ സാമ്പത്തിക സ്ഥിതി അത്ര ദയനീയമാണ്, അത്ര പരിതാപകരമാണ്. ഇപ്പോൾ IMF അടക്കമുള്ള ഏജൻസികൾ നൽകിയ വായ്പയും അറബ് ലോകത്ത് നിന്നുള്ള സഹായവുമാണ് പാകിസ്ഥാനെ നിലനിർത്തുന്നത്. എന്നാലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, ഈ അറബ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളം പാകിസ്ഥാനികൾ ജോലി ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്ന് മലയാളികൾ എത്രത്തോളം അവിടെ ജോലി ചെയ്യുന്നുണ്ടോ അതുപോലെ കുറേ പാകിസ്ഥാനികളും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പാകിസ്ഥാനികളുടെ എഫിഷ്യൻസി, അവരുടെ കഴിവ്, അവരുടെ നൈപുണ്യം അത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് സ്കിൽഡ് ജോബ്, നമ്മൾ ഏത് ജോലിയാണെങ്കിലും ശരി അതിനകത്ത് നമുക്കൊരു സ്കില്ലുണ്ടാകണം, നമുക്കൊരു നൈപുണ്യം ഉണ്ടാകണം. ആ നൈപുണ്യം പാകിസ്ഥാൻ ജോലിക്കാരെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ കുറവാണ്. പ്രത്യേകിച്ചും കായികമായ ജോലികളിൽ അവിടെയൊക്കെ ഇന്ത്യക്കാർക്കും അതിൽ മലയാളികൾക്കും വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാനുണ്ട്. കാരണം നമ്മുടെ അത്രയും സ്കില്ല് അവർക്ക് പ്രദർശിപ്പിക്കാൻ അവിടെ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പുറകിലാണ്. എന്നാൽ ഇതൊന്നുമല്ല പാകിസ്ഥാൻ തൊഴിലാളികൾക്ക്, പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ നിഷേധിക്കാൻ കാരണം. ഏറ്റവും ഉന്നത, അതായത് IT സെക്ടറിൽ ജോലിയെടുക്കാൻ വരുന്നവർക്കുൾപ്പെടെ വിസ നിഷേധിക്കുകയാണ്. അതേസമയം ഈ പറഞ്ഞ പോലെ എംബസികളിൽ ജോലി ചെയ്യാൻ വരുന്ന ജീവനക്കാർ, പാക് എംബസികളുണ്ടല്ലോ അവിടെയൊക്കെ, അവിടെ ജോലി ചെയ്യാൻ വരുന്നവർക്ക് പ്രശ്നങ്ങളില്ല. അവർക്ക് ബ്ലൂ പാസ്പോർട്ടാണ് ഉള്ളത്. ആ ബ്ലൂ പാസ്പോർട്ട് ഉള്ള ആൾക്കാർക്ക് അവിടെ വന്ന് ജോലി ചെയ്യാം, മടങ്ങിപ്പോകാം. അത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അവരൊഴിച്ച് മറ്റ് പാകിസ്ഥാനികൾക്ക് വിസ കൊടുക്കണ്ട എന്നാണ് ഇപ്പോൾ UAEയും സൗദി അറേബ്യയും പറയുന്നത്. അവർ അതിലേക്കുള്ള നടപടിക്രമങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വലിയ രീതിയിൽ പാകിസ്ഥാനികൾക്ക് വിസ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയണ്ടേ? പാകിസ്ഥാനികൾ ഇത്തരത്തിൽ ജോബ് വിസകളിൽ, അതായത് തൊഴിൽ വിസകളിൽ അവിടെ എത്തിയ ശേഷം വലിയ രീതിയിൽ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. അതിൻ്റെ കണക്ക് UAEയും സൗദി അറേബ്യയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. വലിയ രീതിയിൽ അവിടെ കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ നടത്തുന്നു, കവർച്ച നടത്തുന്നു, എന്തിന് ആളെ കൊല്ലുക പോലും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള പത്രം തന്നെ പറയുന്നു. ഡോൺ എന്ന പത്രത്തിൻ്റെ പ്രതിനിധിയോട് UAEയിലെയും സൗദി അറേബ്യയിലെയും ഉന്നത നയതന്ത്ര പ്രതിനിധികൾ നൽകിയ വിവരമാണിത്. അത് ഡോൺ പത്രം ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പാകിസ്ഥാന് വലിയ ദോഷം ചെയ്യും. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ വിസ കൊടുത്ത് അല്ലെങ്കിൽ പാസ്പോർട്ട് കൊടുത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുത് എന്ന ഉപദേശമാണ് ഇപ്പോൾ മാധ്യമം, അവിടുത്തെ ഡോൺ പത്രമടക്കം പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം വലിയ രീതിയിൽ കഴിഞ്ഞ പാകിസ്ഥാനിലെ ആൾക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം വിസ നിഷേധിക്കപ്പെട്ടതിനെക്കുറിച്ച് പാകിസ്ഥാനി യാത്രക്കാർ തന്നെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്ക് UAEയിലേക്കും സൗദി അറേബ്യയിലേക്കും ഒക്കെ പോകേണ്ട ആൾക്കാർ പോലും വിസ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പരാതിയുമായിട്ട് എത്തിയിരിക്കുകയാണ്. അവർ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ചേർന്ന സെനറ്റ് ഫംഗ്ഷണൽ കമ്മിറ്റി ഓൺ ഹ്യൂമൻ റൈറ്റ്സ്, അത് ആ ഒരു സംഘടന ഇതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാനികൾ ഇത്തരത്തിൽ പരാതിയുമായിട്ട് വന്നിരിക്കുന്നു. അവർക്ക് വിസ വലിയ രീതിയിൽ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി വന്നിരിക്കുന്നതായിട്ട് അവർ പറയുന്നു. അത് മാത്രമല്ല, പാകിസ്ഥാനികളുടെ രേഖകൾ, അതായത് പാസ്പോർട്ട് എടുക്കാനും അതുപോലെ വിസ ലഭിക്കാനും വേണ്ടിയിട്ട് ഇവർ സമർപ്പിക്കുന്ന രേഖകൾ വ്യാജമാണ്.
ഇത് UAE-യിലെയും സൗദി അറേബ്യയിലെയും ഉന്നത തലങ്ങളിൽ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് അവർക്ക് ബോധ്യപ്പെട്ടു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് മേഖലയിൽ, ആരോഗ്യപരമായ വിഷയങ്ങളിൽ അത്രയും കാതലായ പ്രശ്നങ്ങളില്ല. പക്ഷേ എഞ്ചിനീയറിംഗ് മേഖലയിൽ, IT സെക്ടറിൽ ഒക്കെ, ഡിസൈനിങ്ങിൽ, അതായത് ഈ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒക്കെ തൊഴിലെടുക്കാൻ വരുന്നവർ വ്യാജരേഖകളുമായിട്ടാണ് വരുന്നത്. അവർക്ക് ഇതിൻ്റെ അടിസ്ഥാനം പോലും അറിയില്ല, അവർക്ക് ജോലി എടുക്കാൻ അറിയില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കള്ളരേഖകൾ, വ്യാജരേഖകൾ ഉണ്ടാക്കി പാസ്പോർട്ടും വിസയും സംഘടിപ്പിച്ച് നേരെ കയറി ഇങ്ങ് വരികയാണ്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ക്രിമിനൽ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു, ആൾക്കാരെ ആക്രമിക്കുന്നു, കൊള്ളയടിക്കുന്നു, കവർച്ച നടത്തുന്നു. ഇങ്ങനെ വലിയ തലവേദനയായിരിക്കുകയാണ് UAE-യിലെയും സൗദി അറേബ്യയിലെയും പോലീസിന് പാകിസ്ഥാനികൾ. ഇത് പാകിസ്ഥാനികളെക്കുറിച്ച് മാത്രമല്ല കേട്ടോ ഈ പരാതി. ഇപ്പോൾ ഡോൺ പത്രം ഇത് പാകിസ്ഥാനിലെ വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും പാകിസ്ഥാനികളെ പോലെ തന്നെ വലിയ രീതിയിൽ ഇത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തികളിൽ ഏർപ്പെടുന്ന മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അത് ബംഗ്ലാദേശികളാണ്. ഈ ബംഗ്ലാദേശികൾ പാകിസ്ഥാൻ്റെ അത്രയും അപകടകാരികളല്ല എന്നേ ഉള്ളൂ. പക്ഷേ ബംഗ്ലാദേശികളും ഇതുപോലെ അവിടെ എത്തിയാൽ, തരം കിട്ടിയാൽ കൊള്ളയടിക്കും. അവസരം കിട്ടിയാൽ, ചാൻസ് കിട്ടിയാൽ ആരെയും അവർ കമത്തും, കവർച്ച ചെയ്യും. പാകിസ്ഥാനികളെ പോലെ വലിയ രീതിയിൽ കൊലപാതകങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ താമസിയാതെ അതും തുടങ്ങിക്കൊള്ളും. അവർ മറ്റൊരു കാര്യം ചെയ്യുന്നില്ല, വ്യാജരേഖകൾ ഉണ്ടാക്കി പാസ്പോർട്ടും വിസയും സംഘടിപ്പിച്ചു വരുന്നില്ല. അവർ കൂടുതലും ക്ലാസ് 4 ജോലിക്കാരാണ്. സഹായികളായിട്ടും മറ്റും റെസ്റ്റോറൻറ്റിലൊക്കെ തൂക്കാനും തുടയ്ക്കാനും മാലിന്യം എടുത്ത് കളയാനും ഒക്കെ വരുന്നത് പോലെ അത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർ വലിയ സ്കിൽഡ് ജോബുകളിലേക്കല്ല അവർ വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അവർ വരുന്നത്. അതുതന്നെ അവരും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് UAE-യും സൗദി അറേബ്യയും ഒക്കെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് മാധ്യമ വാർത്തകളും വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പാകിസ്ഥാനികളെ സംബന്ധിച്ച് പാകിസ്ഥാനിൽ നിന്നിറങ്ങുന്ന പത്രം തന്നെ പറയുന്നു, പാകിസ്ഥാനികൾക്ക് UAE-യും സൗദി അറേബ്യയും ഒക്കെ വിസ നിഷേധിക്കുന്നു. ഇത് താമസിയാതെ ഖത്തർ അടക്കമുള്ള, കുവൈറ്റ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിക്കും. വലിയ രീതിയിൽ ഇത് തിരിച്ചടിയാവും. അതേസമയം ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ അവിടെ എത്തി വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്, തങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. അതുമാത്രമല്ല അവർ സ്കിൽഡ് ലേബേഴ്സാണ്, അവർ കഴിവുള്ളവരാണ്, നിപുണന്മാരാണ്, നൈപുണ്യമുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് അവസരം കൂടുതൽ കിട്ടും. ഇത് പാകിസ്ഥാന് വലിയ ദോഷം ചെയ്യും എന്ന് മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ നിന്നുള്ള വിവരമാണ്, അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. UAE-ക്കും സൗദി അറേബ്യയ്ക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം.